കേരള PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ 5-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മൾ നോക്കുന്നത് കേരള ചരിത്രവും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്. കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആര്? പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച കോട്ടയം രാജവംശത്തിലെ ധീരദേശാഭിമാനി, ദ ലയൺ ഓഫ് കേരള എന്നറിയപ്പെട്ടു. തലക്കൽ ചന്തു ഇദ്ദേഹത്തിൻ്റെ പടനായകനായിരുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മുദ്രാവാക്യമായിരുന്നു. ഇദ്ദേഹം 1888 അരവിപ്പുറം പ്രതിഷ്ഠ നടത്തി. 1903 SNDP യോഗം സ്ഥാപിച്ചു. ഇദ്ദേഹത്തിൻ്റെ ജനനം ചെമ്പഴന്തി എന്ന സ്ഥലത്തായിരുന്നു. അടുത്തത് കേരള സാഹിത്യവുമായി ബന്ധപ്പെട്ട്. 1889 O. ചന്തുമേനോൻ രചിക്കപ്പെട്ട ഇന്ദുലേഖ എന്ന നോവലായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. അതുപോലെ തന്നെ 1887 അപ്പു നെടുങ്ങാടി രചിക്കപ്പെട്ട കുന്തലത ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ നോവൽ. മലയാളത്തിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കപ്പെട്ടത് 1965 G. ശങ്കരക്കുറുപ്പ് എഴുതിയ ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു. ഭരണഘടനാപരമായ അവകാശങ്ങൾ. ഹൃദയവും ആത്മാവും. ഭരണഘടനയുടെ അനുച്ഛേദം 32 അഥവാ ആർട്ടിക്കിൾ 32-നെയാണ് BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഇത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കേരളത്തിൻ്റെ ജീവരേഖ അഥവാ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പെരിയാർ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 244 കിലോമീറ്ററാണ് ഈ നദിയുടെ നീളം. പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മലകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അടുത്തത് IT, കമ്പ്യൂട്ടർ എന്നിവയുമായി ബന്ധപ്പെട്ട്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് യൂണിറ്റാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ പേര് ENIAC. ഈ വീഡിയോ പൂർണ്ണമായും കണ്ട എല്ലാവർക്കും നന്ദി. ഓൾ ദ ബെസ്റ്റ്.